അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ കുടലാണ്ടോ ഗൈസ് പോട്ടി എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സവാളങ്ങളൊക്കെ കുനുകുനാ തിരഞ്ഞെടുക്കാം കേട്ടോ. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി പോട്ടിയിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും സാറിൻ്റെ ഫൈനലിടണം. കുറച്ച് കുരുമുളകും കൂടി ആയി കൊടുക്കാം കേട്ടോ. കുരുമുളക് കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടോ. കുറച്ച് കുരുമുളകും കൂടി ആയി കൊടുത്താൽ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മൾ ഓൾറെഡി ചോപ്പ് വെച്ച് സവാളയും ഞങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കണ്ട് ബാലൻസ് ഉണ്ട്. ഫൈനലി നമുക്ക് വേണ്ട വെച്ചാൽ നമ്മൾ ഗരം മസാല ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 8-10 വിസിലൊക്കെ ഇടയ്ക്ക്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ബേസിനിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ പുട്ടുപൊടിയാണ്. നമ്മൾ സ്റ്റീം പുട്ടുപൊടി കണ്ടെടുത്തേക്കാം. നമ്മൾ സ്റ്റീം പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് കുതിർത്താൻ വെക്കാം കേട്ടോ. അപ്പോൾ അത് ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ പൊട്ടിക്കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. അത്യാവശ്യം നല്ലൊരു ടേസ്റ്റിങ്ങൊക്കെ. കുറച്ച് ഫാറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഫാറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ എന്നുള്ള കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അതുവരെ ബൈ.